Hello everyone, welcome to my channel. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഫ്രൂട്ട് ചീസ് കേക്ക് ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കും എന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് ലെയർ കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ നമുക്ക് ഇനിയും ബിസ്ക്കറ്റും ബട്ടറും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടം ലെയർ സെറ്റാക്കി എടുക്കാം. ബോട്ടം ലെയർ സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 8 ചീസ് ക്യൂബ്സ് ആണ്. ചീസ് എല്ലാം ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്കിന് ടോട്ടലായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ആക്കാം. പിന്നെ നമ്മൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ക്രീമാണ്. അപ്പോൾ നമ്മളൊരു 250 ml ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മളുടെ മിക്സിൽ മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 100 ml വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ പൗഡർഡ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യുന്നത് പോലെ അത്രയും തിക്കായി വരണമെന്നില്ല. ജസ്റ്റ് ഒന്ന് തിക്കായി വന്നാൽ തന്നെ മതി. അപ്പോൾ ദാ ഈ ഒരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ചീസിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊരു 10 ഗ്രാം ജലാറ്റിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ജലാറ്റിനൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ സെക്കൻഡ് ലെയറിനുള്ള മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫ്രിഡ്ജിലുള്ള കേക്ക് പാൻ എടുത്തു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചീസ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മളുടെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ ഇതിലെ ഏറ്റവും മുകളിലത്തെ ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് ഇട്ട് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാര ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ആക്കാം.
അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ജലാറ്റിൻ ആഡ് ചെയ്ത് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി വെച്ച ജലാറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കിവി കവർ ചെയ്യുന്നത് വരെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കി എടുത്തപ്പോഴേക്കും നൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മോർണിംഗ് ആണ് നമ്മളിത് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറേ ഒന്നും പണിയില്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതിന് വളരെ നല്ല ടേസ്റ്റുമാണ്. കാരണം നമുക്ക് ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.